എല്ലാവർക്കും സുന്ദരനല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് നമ്മളെ മറൈൻ വേൾഡ് കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. കുറേ ദിവസമായി നമ്മൾ മറൈൻ വേൾഡൊക്കെ ഒന്ന് വന്നിട്ട് കാണണം എന്ന് പ്ലാൻ ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ കൂടെ നമ്മളെ ഫ്രണ്ട് സുബീഷും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മറൈൻ വേൾഡൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് ഉള്ളിലുള്ള വിശേഷങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. പൊന്നാര സുഹൃത്തുക്കളെ, പാലക്കാട് നമ്മുടെ മത്സ്യകന്യക വന്നിട്ടുണ്ടെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പോൾ പിന്നെ നമ്മളിവിടെ വന്നിട്ട് കാണാണ്ടിരുന്ന മോശമല്ലേ, അതാണ്. അങ്ങനെ നമ്മളിവിടെ വന്നിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. 150 ഉറുപ്പിയാണ് ഒരാൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ വെയിലും കൊണ്ടിട്ട് ഇങ്ങനെ നടന്നു കേട്ടോ. നടന്നിട്ട് തന്നെ എൻട്രൻസിലെത്തി. ഇവിടെ നോക്കുമ്പോൾ നല്ല രസമാട്ടോ. ഒരു മീനിൻ്റെ വായുടെ രൂപത്തിലാണ് കേട്ടോ ഈ ഒരു എൻട്രൻസ് കാണാനുള്ളത്. അങ്ങനെ നമ്മൾ എൻട്രൻസിൽ കൂടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു രസം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ അകത്ത് കയറിക്കുമ്പോഴല്ലേ രസം. കാട്ടിലെ രാജാക്കന്മാരൊക്കെ നമ്മളെന്നെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർക്ക് നമ്മളെ കണ്ടപ്പോൾ എന്താ സന്തോഷം. എല്ലാ ചങ്ങന്മാരും ഭയങ്കര ആക്റ്റീവിലായിട്ടുള്ളത്. ആദ്യം കണ്ടപ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ശരിയായി. അപ്പൊ പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല കേട്ടോ. ഞാൻ ഇവരുടെ കൂടെ നിന്നിട്ട് ഒരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു. എന്തിനാണെങ്കിലും പൊന്നാര സുഹൃത്തുക്കൾ, ഇവരൊക്കെ നേരിട്ടിട്ട് ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങട്ടന്നെ വരണം കേട്ടോ. വേറെ എവിടേക്കും പോണിച്ചാലും കാണാൻ പറ്റൂല. എന്തിനാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കും മുതിർന്നവർക്കും കാണാൻ വേണ്ടിയിട്ടുള്ള രസകരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ പിന്നെ നമ്മളിവിടെ വന്നിട്ട് വട്ടം കറങ്ങിയിട്ട് മേപ്പിട്ട് നോക്കിയപ്പോഴാട്ടോ രസം. ഒരു മരം കൊത്തി നോക്കി നിങ്ങള്, നല്ല ഹാർഡ് വർക്കിലോട്ടുള്ളത്. ആ ഒരു കാഴ്ച കാണാനും നല്ല രസം തന്നെയാണ് കേട്ടോ. എന്തിനാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാഴ്ചകളെല്ലാം കാണുമ്പോൾ നല്ല രസകരം തന്നെയാണ് കേട്ടോ. ഓരോരുത്തരനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അവർ നല്ല വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയാണ് രസം. അങ്ങനെ പുറത്തുള്ള രസകരമായ കാഴ്ചകളും കണ്ടതിന് ശേഷം നമ്മളിപ്പോ കടലിന്റെ അടിത്തട്ടിൽ വന്നിട്ട് നിരീക്ഷിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ ഇവിടെ വന്നെന്ന് വെച്ചാല്. പൊന്നാര സുഹൃത്തുക്കളെ, എന്ത് രസമാണ് ഈ ഒരു കാഴ്ച കാണാന്. പല തരത്തിലുള്ള ഫിഷും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന സമയത്ത് തിരക്കിന്റെ പൊടിപൂരാണ് കേട്ടോ. ഒരുപാട് ജനങ്ങൾ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ എന്താ രസം ചോദിച്ചെന്ന് വെച്ചാൽ, ഇവിടെ കാണാൻ വന്നിരിക്കുന്ന ജനങ്ങളൊക്കെ എല്ലാവരും ഫോട്ടോയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ കജ്ജും തലയും നീട്ടി പിടിച്ചിട്ട് എങ്ങനെയൊക്കെ പാടെ എടുത്തുള്ള വീഡിയോ കേട്ടോ ഇത്. മെയിനായിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അതൊരു അപേക്ഷയാണ്. എന്നാലും നമുക്ക് അതിൽ കാര്യം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചോളൂ കേട്ടോ. അതുമാതിരി തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. സുഹൃത്തുക്കളെ, പല തരത്തിലുള്ള മത്സ്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു മത്സ്യം നോക്കി നിങ്ങൾ എന്ത് രസമല്ലേ കാണാനേ. ഇതുമാതിരിയുള്ള ഒരു മത്സ്യം ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ. നമുക്ക് പിന്നെ അറിയണ മത്സ്യങ്ങൾ ഏതൊക്കെ വെച്ചാല് അയില, മത്തി, ചെമ്പല്ലി, കരിമീന്, സ്രാവ്, ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള മത്സ്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടന്നെ വരണം കേട്ടോ. എന്തുതന്നെയാണെന്നുണ്ടെങ്കിലും മത്സ്യങ്ങളൊക്കെ നമ്മളെന്നെ കണ്ടിട്ടുള്ള സന്തോഷത്തിൽ ഭയങ്കര ഹാപ്പിയിലായിട്ടുള്ളത്. അതോ ഇവരൊക്കെ ഇവിടെ നമ്മളെന്നെ കണ്ടിട്ട് നമ്മളെ കുറ്റം പറയുകയാണെന്നും പറയാൻ പറ്റൂല കേട്ടോ. ഇവര് നമ്മളെന്നെ ഇങ്ങനെ കണ്ണും തുറച്ച് നോക്കണ്ട് എന്തായാലും. അതിന്റെ ഇടയിൽ ഒരു ചങ്ങായി താഴത്ത് തന്നെ കിടക്കുന്നുണ്ട്. അതെന്താ നീർക്കോലിന്മാരൊക്കെ തോന്നിയത്. പക്ഷെ അത് നീർക്കോലിയൊന്നല്ല കേട്ടോ. അത് വേറെ തരത്തിലൊരു മത്സ്യമായിരുന്നു അത്. എന്തിനാണെന്നുണ്ടെങ്കിലും പല തരത്തിലുള്ള മത്സ്യങ്ങൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും പല തരത്തിലെ സെക്ഷനായിട്ട് കേട്ടോ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുള്ളത്. അതിനുശേഷം അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ മാറിയപ്പോഴാണ് കേട്ടോ പല തരത്തിലുള്ള ചെറിയ ചെറിയ മത്സ്യങ്ങൾ. ആ ഒരു മത്സ്യങ്ങൾ തന്നെ കാണാനും നല്ല രസം തന്നെയാണ് കേട്ടോ. സുഹൃത്തുക്കളെ, ഈ ഒരു കാഴ്ച കണ്ടോക്കെ നിങ്ങൾ, എന്ത് രസം ഈ ഒരു കാഴ്ച കാണാന്. ഈ ഒരു കാഴ്ച കാണാനും നല്ല രസം തന്നെയാണ് കേട്ടോ. ആ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് അസൂയ തോന്നിയിട്ടോ. പറയാൻ കാരണം എന്താ വെച്ചാൽ പാലക്കാട് ജില്ലയിൽ 45 ഡിഗ്രീൻ്റെ അടുത്ത് വരെ ചൂടുണ്ട്. ചുട്ടുപൊള്ളുന്ന വെയിലെത്തുന്നതാണ് കേട്ടോ ഞാൻ മറൈൻ വേൾഡിൻ്റെ ഉള്ളിലേക്ക് കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയത്. വേറത്ത് പിണ്ടിയായിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ ഇവരുടെ ഒരു സുഖം നോക്കി നിങ്ങൾ, എന്ത് രസാലേ. എന്തിനാണെന്ന് വെച്ചാലും ഇദ്ദേഹത്തിന് നല്ലൊരു ജോലി തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. പിന്നെന്താ പറയാനുള്ള വെച്ചാല്, ഞാൻ ഇവിടെ വന്നിട്ട് വളരെ വിഷമകരമായിട്ടുള്ള ഒരു വാർത്തയും കൂടി പറയാൻ കേട്ടോ. കേട്ടാ നിങ്ങൾ ചിരിച്ചന്തം വിടും. എന്തെന്നാണ് വെച്ചാലും സ്കിപ്പ് ചെയ്യേണ്ട കണ്ടെന്ന് വെച്ചാലാണ് നിങ്ങൾക്ക് കാര്യം പിടിയിട്ടുള്ളൂ. അതെന്തെന്നാണ് വെച്ചാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. എന്തിനാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് 150 ഉറുപ്പിക കൊടുത്ത് നമുക്ക് മുതലായിട്ടോ. എന്തിനാണെങ്കിലും ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് നമ്മൾ പിന്നെയും നമ്മുടെ യാത്ര ഇങ്ങനെ ആരംഭിച്ചിട്ടോ. ഈ ഒരു കാഴ്ച കണ്ടോക്കെ നിങ്ങൾ, എന്ത് രസമല്ലേ. ഒരു പ്രത്യേക ഫീലിംഗിൽ ഇത് കൂടെ നടക്കുമ്പോൾ അതാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ രസകരമായിട്ടുള്ള കാഴ്ചകളും ഷൂട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാഴ്ച കണ്ടോക്കെ നിങ്ങൾ, എന്ത് രസമല്ലേ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ തോന്നൂല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പ്രത്യേക ഫീലിംഗ് തന്നെ കേട്ടോ ഇത്. ഇവിടെ വന്നപ്പോഴാട്ടോ രസം. എല്ലാവരും ഫോണും നീട്ടിപ്പിടിച്ച് മേപ്പോട്ട് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് സെൽഫി എടുക്കണതിൻ്റെ പൊരിഞ്ഞ തിരക്കിലാട്ടോ.
അപ്പോൾ പിന്നെ നമ്മളും ഒരു 5-6 സെൽഫിയൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ യാത്ര ആരംഭിച്ചു. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോഴും ഇവിടുത്തെ ഫീലിംഗ് വെച്ചാൽ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ കടലിൻ്റെ അടിത്തട്ട് കൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ 4 പുറം നമ്മുടെ തലയ്ക്ക് മേലെ 4 പുറം ഒക്കെ ഫിഷോളാണ് കേട്ടോ, ഒരുപാട് മീനുകളാണ്. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു വഴി കൂടെ പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ. സുഹൃത്തുക്കളെ, ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ തികച്ചും ഗ്ലാസ്സിലാണ് കേട്ടോ ഈ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഒരുപാട് മത്സ്യങ്ങൾ നമ്മുടെ തലയ്ക്ക് മേലെ ഇങ്ങനെ പാറി പറന്ന് നടക്കുകയാണ്. അത് മാത്രമല്ല കേട്ടോ, വെള്ളം കുടിക്കാൻ താഴ്ചിട്ടാണെങ്കിൽ അങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു വെള്ളം കുപ്പിയിട്ട് വന്നാൽ മതിയായിരുന്നു പിന്നെ തോന്നണത്. പിന്നെ അങ്ങനെ കുറച്ച് കണ്ട് നടന്നപ്പോഴാണ് പിന്നെ നമുക്ക് ഓർമ്മ വന്നിട്ട് നമ്മളെ മത്സ്യകന്യകനെ കാണാനില്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെ നമ്മളെ മത്സ്യകന്യകനെ തെരഞ്ഞിട്ട് ഇങ്ങനെ നടക്കണേ എന്നിട്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ. ഇനിയിപ്പോൾ നമ്മളിവിടെ തന്നെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് മത്സ്യകന്യകറ്റ് ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് മുങ്ങിയോ അതപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. എന്താ വെച്ചാൽ ഇവിടെ എവിടെ നോക്കിയിട്ട് 4 പുറം ഞാൻ തെരഞ്ഞുകൊണ്ട് നടക്കാൻ കേട്ടോ, കാണാനില്ല. എവിടെ പോയി ഒരു പിടുത്തോല്ല കേട്ടോ. എന്തെന്ന് വെച്ചാലും ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവില്ലേ. മത്സ്യകന്യനെ കണ്ടതിന് ശേഷം അടുത്ത് പോയി നിന്നിട്ട് ഒരു സെൽഫി എടുക്കണമെന്ന് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, മത്സ്യകന്യകൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് ചോദിക്കണമെന്നുണ്ട്. തന്ന ഭാഗ്യം കേട്ടോ, തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മയപ്പെട്ട് നോക്കിയിട്ട് തിരിച്ചു വരേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ മത്സ്യകന്യനെ തെരഞ്ഞിട്ട് നമ്മൾ 4 പുറം തപ്പി നടക്കുക കേട്ടോ ഇവിടെ തന്നെ. ഇനിയിപ്പോൾ നമ്മളിവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് മത്സ്യകന്യകൻ ഇപ്പോൾ എവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കുന്നുണ്ടോ, അതാണ് എനിക്ക് ബലമായിട്ടുള്ളൊരു സംശയം. നമ്മളിവിടെ വരുന്നുണ്ടെന്നൊരു കാര്യം ആരോ മത്സ്യകന്യൻ്റെക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ സുഹൃത്തിൻ്റെ വിറ്റിയകടങ്ങൾക്ക് ചിരിച്ചന്തപ്പെടുങ്ങൾ കാക്ക മരത്തിന്റെ മേലെ കയറി കുത്തിരുന്നിട്ട് ചെരിഞ്ഞും കൊണ്ട് എത്തിയിട്ട് പാളിയിട്ട് നമ്മളെങ്ങനെ നോക്കൂലേ, അതേമാതിരി നമ്മളെ ചങ്ങായി മീനിന്റെ താഴെ പോയി നിന്നിട്ട് ചെരിഞ്ഞും കൊണ്ട് എത്തിയിട്ടും പാളിയിട്ട് നോക്കുക. ഇജന്റെ ചങ്ങായി മീനെ ആണാപടം നോക്കുക. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ കുറച്ചേരം ഇരുന്നിട്ട് ചിരിച്ചന്തം വിട്ടിട്ടോ. അതിന് ശേഷം കണ്ടൊരു കാഴ്ചയാണ്. ഇതെന്താ വെച്ചാൽ കടലിന്റെ അടിയിലുള്ള ഒരു കൊട്ടാരാണ് ഇത്രയത്. അതിനുശേഷം ഒരു ഐസ്ക്രീം വണ്ടി കണ്ടപ്പോൾ പിന്നെ നമ്മൾ 2 പേരും അവിടെ കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് അതിന് ശേഷം പിന്നെയും യാത്ര ആരംഭിച്ചു കേട്ടോ. പിന്നെയാണ് രസം. പൊന്നാര സുഹൃത്തുക്കളെ, മത്സ്യകന്യകനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ട് മത്സ്യകന്യകനെ കാണാൻ പറ്റിയില്ല കേട്ടോ. അതിന് പകരം മത്സ്യകന്യകനെയാണ് കണ്ടത്. പണി പാളി സുഹൃത്തുക്കളെ, മത്സ്യകന്യകനെ കാണാൻ വേണ്ടി വന്നിട്ട് കാണാൻ പറ്റിയില്ല കേട്ടോ. പകരം മത്സ്യകന്യകനാണ്. എന്നാലും കുഴപ്പമില്ല, മൂപ്പറിൻ്റെ കളിയും കാര്യങ്ങളും കാണാനും നല്ല രസമായിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ മത്സ്യകന്യക ഇപ്പം നമ്മളെന്നെ കണ്ടിട്ട് മുങ്ങി തന്നെയാണ് കേട്ടോ തോന്നുന്നത്, അല്ലാണ്ട് വരാൻ വഴിയില്ല. എന്തെന്നാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. ഇനിയിപ്പോൾ പുറത്ത് പറയാൻ പറ്റൂല, കാരണം എന്താ വെച്ചാൽ മത്സ്യകന്യകനെ കാണാൻ വേണ്ടി പ്രതീക്ഷിച്ച് വന്നതാണ്. എന്തെന്നാണെന്ന് വെച്ചാലും കുഴപ്പമില്ല, അടുത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു മറൈൻ വേൾഡ് ഈ ഒരു 31-ാം തീയതിക്ക് ശേഷം ഇവിടുന്ന് നീക്കം ചെയ്യുന്നതാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ കോഴിക്കോട്ടേക്കോ പോകുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ഇനി ഇതുമാതിരി അടിപൊളി വീഡിയോസായിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും. അടുത്ത വീഡിയോ കാണുമായിരിക്കും. ഓക്കെ, ബൈ.